8 വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 17 2017 കൊച്ചിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിൽ മലയാളത്തിലെ ഒരു യുവനടി പീഡനത്തിനിരയായി, അക്രമത്തിനിരയായി. അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇന്നിപ്പോൾ 2025 ഡിസംബർ 8 എത്തുമ്പോൾ അതിന്റെ വിധി പുറത്തു വന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ദിലീപിന്റെ പേര് ഇതിൽ ഉയർന്നു കേട്ടിരുന്നില്ല. എന്നാൽ ദിലീപിന്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ ദർബാർ ഹാളിൽ നടത്തിയ പ്രതിഷേധ ചടങ്ങിനിടയിൽ ഇത്തരത്തിൽ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞത് ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ പൾസർ സുനിയുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ദിലീപിന് എഴുതിയ കത്ത് ഏറെ വിവാദമായിരുന്നു. ദിലീപിന്റെ അതിസാമർഥ്യം കൊണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്ന ആ കത്ത് അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ ഏൽപ്പിച്ചു. അതിനുശേഷമാണ് ദിലീപ് ഈ കേസിലേക്ക് കടന്നു വരുന്നത്. ഇന്നിപ്പോൾ വിധി വരുമ്പോൾ അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കപ്പെടുകയാണോ, അല്ലെങ്കിൽ ദിലീപിന് ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തി നേടിയത് എത്തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത്? ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ഫിറോസ് അലി മുഹമ്മദാണ്. ഫിറോസ്, എന്താണ് ഇന്ന് വന്ന വിധിയെ പറ്റി പറയാനുള്ളത്? കെവിൻ, പ്രാഥമികമായി നമുക്ക് ഇപ്പോ ജില്ലാ കോടതിയുടെ, സെഷൻസ് കോടതിയുടെ വിധി നമ്മൾ നേരത്തെ ആമുഖമായി കെവിൻ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളുടെയൊക്കെ ഒരു ലൈഫ് സ്പാനിൽ, മാധ്യമ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെയൊക്കെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് നടി ആക്രമിക്കപ്പെട്ട കേസ്. സമാനമായ ഒന്ന് നമ്മുടെ ഒന്നും ഓർമ്മയിലില്ല. അതുകൊണ്ട് തന്നെ അത്ര ക്രൂരമായ ഒന്ന്, നമ്മൾ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ, സ്ത്രീയുടെ ഭാഗത്ത് നിന്ന്, പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അത്രയും ക്രൂരമായ ഒന്ന്. എന്നാൽ അതൊരു കൊട്ടേഷൻ ആയിരുന്നു എന്ന് കൃത്യമായിട്ടും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന സമയത്ത് തന്നെ പൾസർ സുനി അടക്കമുള്ള പ്രതികൾ, പ്രത്യേകിച്ചും പൾസർ സുനി, അത് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു വിധി പ്രസ്താവം വരുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ കേസില്, ഈ സംഭവത്തില് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് പിന്നെ ആരാണ് എന്നുള്ളതാണ്. ഇപ്പൊ ദിലീപ്, ഏതായാലും ആ സമയം മുതലേ ദിലീപിന് സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടായിരുന്നു. ദിലീപ് തന്നെയാണ് ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് തനിക്ക് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ DGPയെ സമീപിക്കുന്നത്. ഇപ്പോ ജനുവരി 17 ഈ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ്, ജൂലൈ 10 ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ദിലീപിന് സ്വാഭാവികമായിട്ടും പ്രാഥമികമായിട്ട് ഇതില് ദിലീപ് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല. കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരെയാണ് കുറ്റക്കാരെന്ന് ഇപ്പോ ഈ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് പിന്നീട് ആണ് ദിലീപിനെ പ്രതി ചേർക്കുകയും ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അതിൽ തന്നെ ദിലീപ് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തു എന്ന തരത്തിൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, നഗ്നചിത്രം പകർത്തൽ, ഇതെല്ലാം, ഈ വകുപ്പുകളെല്ലാം ആ FIR-മായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അങ്ങനെ ഒരു FIR-ൽ 8ാം പ്രതിയായി, അങ്ങനെ ഒരു കേസിൽ 8ാം പ്രതിയായി വിചാരണ നേരിടുകയായിരുന്നു. ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് പോയ ചില മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളോ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ വലിയ തോതിൽ അട്ടിമറികൾ നടന്നു വന്നു. പ്രത്യേകിച്ചും സാക്ഷികൾ, എത്രയോ സാക്ഷികൾ കൂറുമാറിയ ഒരു കേസ്. ഒരു ഘട്ടത്തിൽ അതിജീവിത തന്നെ ഈ കേസിൽ തനിക്ക് ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടുമോ, വിചാരണ കോടതിയിൽ നിന്ന് നീതി കിട്ടുമോ എന്ന സംശയം പ്രകടിപ്പിച്ച ഒരു സാഹചര്യം. അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ എൻട്രിയും, അദ്ദേഹം ദിലീപിന്റെ കയ്യിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ട് എന്നും ദിലീപ് ആ ദൃശ്യങ്ങൾ കാണുന്നതിന് താൻ സാക്ഷിയായി എന്നും അത് താൻ ഒരു സാംസങ് ടാബിൽ റെക്കോർഡ് ചെയ്തിരുന്നുവെന്നും, പക്ഷെ ഈ സാംസങ് ടാബ് ഒന്നും ഇദ്ദേഹത്തിന്, ബാലേന്ദ്രകുമാറിനെ കൊണ്ട് ഹാജരാക്കാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ നിരവധിയായ ട്വിസ്റ്റുകളും ടേണുകളും, സിനിമയ്ക്കകത്തുള്ള ഒരു കൊട്ടേഷൻ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അപ്പോഴും അവിടെ ഒരു ചോദ്യം അവശേഷിക്കുകയല്ലേ ഫിറോസിക്ക? അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഈ ദിലീപിനെ കുറ്റക്കാരൻ എന്ന രീതിയിൽ ജനസമൂഹത്തിലേക്ക് പ്ലാന്റ് ചെയ്തതിന് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചുകൊണ്ടെന്ന് ഒരു രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനങ്ങളിലേക്ക് ഒരു പൊതുബോധം എന്ന നിലയിൽ ഈ തെളിവുകളുടെ അഭാവത്തിൽ ഇപ്പോൾ കോടതി വെറുതെ വിട്ടെങ്കിലും ഇപ്പോഴും മാധ്യമങ്ങൾ ചെയ്യുന്നത്, അതായത് ഒരു ഇൻജക്ട് ചെയ്ത് നൽകുകയാണെന്നുള്ള വിമർശനം, അത് ശരിയാണോ? അതായത് ദിലീപിനെ വേട്ടയാടാൻ വേണ്ടി മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചു എന്നുള്ളത് സത്യത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാനൊരു ഈ ആക്രമണം നടക്കുന്ന സമയത്തും പിന്നീട് ദിലീപ് അറസ്റ്റിലാകുന്ന സമയത്തും ഒക്കെ ഞാനൊരു മാധ്യമ സ്ഥാപനത്തിൽ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങൾ 86 ദിവസവും ദിലീപ് വിഷയം തന്നെ ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നു 1-2 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും കേസുകൾ വരുമ്പോഴാണ് മാറ്റി പിടിച്ചിട്ടുള്ളത്.
അപ്പൊ ആ ദിവസങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം, ദിലീപ് ചർച്ചയ്ക്കെടുക്കുന്ന ബാക്കിയുള്ള ചാനലുകളൊക്കെ തന്നെ അതിശക്തമായി ഒരു മുൻവിധിയോടെയാണോ ആ ചർച്ചകൾ നയിക്കപ്പെട്ടത്, ആ ചർച്ചകളിലെ പാനലിസ്റ്റുകളെ രൂപപ്പെടുത്തിയത് എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. ആ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾക്കെതിരെയും മാധ്യമപ്രവർത്തകർക്കെതിരെയും ഒക്കെ ദിലീപ് പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. പരസ്യമായി തന്നെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ അതൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. നമ്മളിപ്പോ പൊതുസമൂഹം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ദിലീപിനെ ഈ കോടതിയിൽ വിചാരണ ചെയ്യുന്നതിന് സമാന്തരമായി തന്നെ മാധ്യമങ്ങളൊക്കെയും വിചാരണ ചെയ്തിരുന്നുവെന്നും അതിൽ നല്ലൊരു ശതമാനം മാധ്യമങ്ങളും ദിലീപ് കുറ്റക്കാരനാണ് എന്ന നിലയിൽ തന്നെ ആ നിലയ്ക്ക് തന്നെയുള്ള ഒരു നിഗമനത്തിലെത്തിയിരുന്നു എന്നുമുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി ഈ കൊട്ടേഷൻ എന്നുള്ള ചോദ്യം പൾസർ സുനിക്ക്, ഏതായാലും പൾസർ സുനിക്കോ ഈ കേസിൽ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ഈ പൾസർ സുനി അടക്കമുള്ള 6 പേർക്കോ അതിജീവിതയോട് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു കൊട്ടേഷൻ ചെയ്യണം, ആർക്ക് വേണ്ടി ചെയ്യണം? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇതിന് പിന്നിൽ ഒരു ബാഹ്യ സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റൊരാളിന്റെ ഒരു ആവശ്യമുണ്ട്. അത് ആരാണ് എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും ഇപ്പോഴും പ്രധാനമായിട്ട് തന്നെ നിൽക്കുകയാണ് കെവിൻ. അതേസമയം തന്നെ നമുക്കറിയാം ഇതിൽ ഒരുപാട് സിദ്ധാന്തങ്ങളും നറേറ്റീവ്സും തുടക്കം മുതൽ ഒരുപാട് കഥകൾ ഇങ്ങനെ മെനഞ്ഞു. അന്വേഷണ സംഘം മനഃപൂർവ്വം മെനഞ്ഞതാണോ, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഈ മാധ്യമങ്ങൾക്ക് പൊതുവെ കുറച്ച് ഫീഡുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതെടുത്ത് വെച്ചിട്ട് മാധ്യമങ്ങൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്നൊരു അല്ല, ഇന്ന് വിധിക്ക് ശേഷം ദിലീപ് മാധ്യമങ്ങളോട് നൽകിയ ബൈറ്റിലും അത്തരത്തിലാണ് പറഞ്ഞത്. ഒരു സംഘം ക്രിമിനൽ പോലീസുകാർ കെട്ടിച്ചമച്ചൊരു കേസാണ് എന്നാണെന്ന് ദിലീപിന്റെ ബൈറ്റ് ഫിറോസ് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിവൈകാരികമായി പറഞ്ഞൊരു ബൈറ്റ് ഉണ്ട്. അപ്പൊ ഈ വിധി വന്ന് വെറുതെ വിടുമ്പോഴും അതിൽ പിന്നെയും അവിടെ നിൽക്കുന്ന ചോദ്യമുണ്ട്. ദിലീപ് തെറ്റുകാരനല്ലെങ്കിൽ 28ഓളം പേര് വരുന്ന മൊഴികൾ എന്തിനു മാറ്റി പറയാൻ ശ്രമം നടത്തി, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് അമ്മയുടെ ഭാഗത്തു നിന്ന്, AMM എന്ന സംഘടനയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സിദ്ദിഖ്, ബിന്ദു പണിക്കർ, അതേപോലെ തന്നെ കാവ്യമാധവന്റെ അമ്മ, അങ്ങനെ 28ഓളം പേർ ഇതിൽ മൊഴി മാറ്റി പറഞ്ഞു. അവിടെ അപ്പോഴും ഉറച്ചു നിന്ന ലാല്, PT തോമസ്, രമ്യ നമ്പീശൻ, ഗീതു മോഹൻദാസ് പോലുള്ള ചില താരങ്ങളും ചില രാഷ്ട്രീയക്കാരും മാത്രമാണ്. ഈ ദിലീപ് കുറ്റക്കാരനല്ലെങ്കിൽ ഇത്തരത്തിൽ മൊഴികൾ നശിപ്പിക്കാനും അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് എന്തിനെന്ന ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയല്ലേ? പക്ഷേ നമ്മളിത് പറയുമ്പോൾ ഉള്ള പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇപ്പൊ എന്താണുള്ളത്? ഒരു നീതിപീഠത്തിന്റെ ഒരു വിധിയാണുള്ളത്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി മാറും നമ്മൾ അതിനെപ്പറ്റി ആ രീതി കോടതി വിധിയെ വിമർശിച്ചാൽ. അങ്ങനെയല്ല, നമുക്ക് കോടതി വിധിയെ വിമർശിക്കുന്നതിൽ അത്ര വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതി വിധിയിലെ ഇപ്പൊ ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ പാർവതി തിരുവോത്ത് പറഞ്ഞിരിക്കുന്നത് ഇതെന്ത് വിധി, ഇതെന്ത് നീതി എന്നൊക്കെ ഉള്ള നിലയിലാണ്. അതുപോലെ പലരും ഇതില് ഇങ്ങനെ ഒരു വിധി തന്നെ, ഇതിനപ്പുറം എന്ത് വിധി ഉണ്ടാകാനാണ് ഈ കേസിലത് സംശയിച്ചത്. ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അതുപോലെ അതിജീവിതയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റിമാ കല്ലിങ്കലിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഇതിന്റെ പിന്നിൽ ഒരു കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അത് ദിലീപ് തന്നെയായിരിക്കും കൊട്ടേഷൻ കൊടുത്തതെന്നുള്ള അത്തരത്തിൽ ഒരു വിധി പറയൽ നടന്നുകൊണ്ടിരിക്കുന്നു. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെ അത്തരത്തിലൊരു വിധി പറയൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം അതിജീവിത പ്രതികരിച്ചിട്ടില്ല, തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിജീവിതയെ സംബന്ധിച്ച് നീതി നടപ്പായി എന്ന് അതിജീവിത കരുതുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അതിജീവിത പ്രതികരിക്കണം, കോടതിക്ക് നന്ദി പറയണം, ഈ വിധി മാതൃകാപരമായ വിധിയാണെന്ന് പറയണം. പക്ഷെ അതൊന്നും അതിജീവിതയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. അതായത് അതിജീവിതയും ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പങ്ക് എങ്ങും പറഞ്ഞിട്ടില്ല അവരാ പേര്. പക്ഷെ ദിലീപിന്റെ പങ്ക് സംശയിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്, പൊതുസമൂഹം സംശയിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ അതിജീവിത പ്രതികരിക്കേണ്ടതാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കെവിൻ. അത് മറ്റൊന്നുമല്ല, ഈ കേസിൽ ഒരു മാഡം ഉണ്ട്. മാഡമാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ കേസിന്റെ തുടക്കകാലത്ത് വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. അത് കാവ്യമാധവനാണോ, ഇനി കാവ്യമാധവന്റെ അമ്മയാണോ എന്ന നിലയിലുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ വന്നപ്പം ദിലീപിന്റെ കുടുംബം കൂടി, കാവ്യമാധവൻ അടക്കമുള്ളവരും കൂടി ഈ കേസിന്റെ ഫ്രെയിമിലേക്ക്, അവരൊക്കെ മാധ്യമങ്ങളാൽ അല്ലെങ്കിൽ പൊതുസമൂഹത്താലൊക്കെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ അതൊന്നും ഈ മാഡം എവിടെയാണെന്ന് ചോദിച്ചാൽ മാഡം ആരാണെന്ന് കണ്ടെത്താനോ മാഡത്തിന്റെ പങ്ക് കണ്ടെത്താനോ ഒന്നും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെയാണ് ഈ കേസിന്റെ ഇടയിൽ വന്ന വലിയ മറ്റൊരു ആക്ഷേപമാണ് ദിലീപ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള ഒരു ആക്ഷേപം. വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അന്വേഷിക്കുകയും ചെയ്തു എന്നാണ് അന്വേഷണ സംഘം ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ 1.5 കോടിയുടെ കൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ഇത്തരത്തിൽ കുറെ നറേറ്റീവുകൾ ദിലീപിനെതിരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പിന്നെ എവിടെ എത്തിയെന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതെങ്ങുമേ എത്തിയില്ല.
അപ്പൊ അങ്ങനെയൊക്കെ ഇതില് ഉണ്ടാക്കിയെടുക്കപ്പെട്ട നറേറ്റീവ്സ്, പോലീസ് തന്നെ മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച, മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്ത ഫീഡുകൾ, ഇതെല്ലാം പൊതുസമൂഹത്തിൽ വല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കി. ദിലീപ് എന്തിന് ഈ ഒരു വാദം പറയുന്നത് ഇങ്ങനെ ദിലീപും കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചത് ഈ നടിയാണ്, അപ്പൊ അതിന്റെ പകയാണെന്നൊക്കെയുള്ള നിലയിലൊക്കെയാണല്ലോ. മാത്രമല്ല, ഇപ്പോ ഏറ്റവും ആദ്യത്തെ വരിയായുള്ള പ്രതികരണത്തിൽ തന്നെ ദിലീപ് പറഞ്ഞിരിക്കുന്നു, മഞ്ജു വാര്യരുടെ പേരാണ്, സ്വന്തം ഭാര്യയായിരുന്ന മഞ്ജു വാര്യരുടെ പേര്, മഞ്ജു വാര്യരാണ് അമ്മയുടെ യോഗത്തിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന, ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അവിടെ മുതലാണ് എനിക്കെതിരായ ഗൂഢാലോചനയും വേട്ടയാടലും. സത്യത്തിൽ ഇതിലൊരു കൊട്ടേഷനും ഗൂഢാലോചനയും ഒക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ അത് എനിക്കെതിരെയാണ് എന്നാണ് ദിലീപ് പറയുന്നത്. അദ്ദേഹം അത് പറയാം, കാരണം ഇത്രയും നാൾ, ഏതാണ്ട് 7.5 വർഷക്കാലം ഈ കേസുമായി ബന്ധപ്പെട്ട് 86 ദിവസം ജയിലിലും കിടന്നു. അങ്ങനെ ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ടും ദിലീപ് എന്ന് പറയുന്ന അന്ന് വരെ മലയാള സിനിമയിൽ 2017 ജനുവരി മാസം എന്നൊക്കെ പറയുമ്പോൾ അതിനു മുമ്പൊക്കെ നമുക്ക് ഈ 2020 സിനിമയുടെ ഒക്കെ ഒരു പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. മലയാള സിനിമയെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്ന ഒരാളാണ് ദിലീപ്, അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന ഒരാളാണ്. ഫിറോസൊക്കെ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നറേറ്റീവുകൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. നോക്കൂ, അത് 2020 സിനിമയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം കുറെ, അതായത് AMMയിൽ നിന്ന് പുറത്താക്കുന്നു. അതിനുശേഷം പ്രമുഖ നടന്മാരൊന്നും ഇദ്ദേഹവുമായി സിനിമകളിൽ അഭിനയിക്കാൻ തയ്യാറാകുന്നില്ല. വളരെ കാലത്തിന് ശേഷം ഡിസംബർ 8-ാം തീയതി അദ്ദേഹം അഭിനയിക്കുന്ന മോഹൻലാൽ ആദ്യഘട്ടം പറഞ്ഞൊരു കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അത് ജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിലീപിന്റെ കൂടെ ബബ്ബ എന്ന് പറയുന്ന സിനിമയിലെ ക്യാമിയോ റോളായി വരുന്നു. ഡിസംബർ 8-ാം തീയതി അതിന്റെ ടൈറ്റിൽ ലോഞ്ച്, അതായത് ട്രെയിലർ ലോഞ്ച് നിശ്ചയിക്കുന്നു. 8-ാം തീയതി തന്നെ വിധി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രീ പ്ലാൻഡ് ആയിട്ട് വിധി ഇത്തരത്തിലാകും വരുമെന്നുള്ളൊരു പൊതുസമൂഹത്തിലുള്ള നറേഷൻ പൊതുജനങ്ങൾ സംശയിക്കുന്നതിന് തെറ്റ് പറയാൻ കഴിയുമോ? അല്ല കെവിൻ, ഇപ്പൊ നമുക്ക് ഈ നീതിപീഠം എന്ന് പറയുന്നത് ആൾക്കാരെ ശിക്ഷിക്കാനിരിക്കുന്ന സംവിധാനമല്ലല്ലോ. ഒരു കോടതി എന്ന് പറയുമ്പോൾ ഈ പ്രതികളെ എല്ലാം കൂടെ ശിക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന സംവിധാനമല്ല. എന്തെങ്കിലും ഒരു ഈ ആനുകൂല്യം, അതായത് സംശയത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ഒരു കോടതിക്കും, അതിനിപ്പോ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇനി മുകളിലേക്ക് പ്രോസിക്യൂഷൻ ഉറപ്പായും പറഞ്ഞു കഴിഞ്ഞല്ലോ, ഹൈക്കോടതിയിലേക്ക് പോകുമെന്ന്. ചിലപ്പോൾ സുപ്രീം കോടതി വരെ സ്വാഭാവികമായിട്ടും നീളുന്ന നിയമവ്യവഹാരം ഉണ്ടാകാം ഈ കേസുമായി ബന്ധപ്പെട്ട്. പക്ഷെ അപ്പോഴും കോടതിയുടെ മുൻപിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏത് കേസിലും വിധി പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു കേസിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. ദിലീപ് ആ സ്പോട്ടിലേ ഉണ്ടായിരുന്നില്ല. ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് തെളിയിക്കേണ്ടത്. അതിനെനിക്ക് തോന്നുന്നു ഡിജിറ്റൽ രേഖകളോ ശാസ്ത്രീയ തെളിവുകളോ ടവർ ലൊക്കേഷനോ അങ്ങനെ പല തരത്തിലുള്ള തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചു. പക്ഷെ വ്യക്തമായി ദിലീപും പൾസർ സുനിയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് പ്രോസിക്യൂഷന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവരിപ്പോ ഏതൊക്കെയോ ലൊക്കേഷനുകളിൽ ചില സമയങ്ങളിൽ ഒരുമിച്ചുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരേ സമയം ഇവരുടെ രണ്ടുപേരുടെയും ഫോണ് ചില ലൊക്കേഷനുകളിൽ ഉണ്ടായിരുന്നു, ചില ടവർ ലൊക്കേഷനുകളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയാൻ പറ്റിയത്. അപ്പൊ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാകുമ്പോൾ സ്വാഭാവികമാണല്ലോ ലൊക്കേഷനുകളിൽ അവർ ഒരുമിച്ചുണ്ടാകാനുള്ള സാധ്യത. മാത്രമല്ല, ഇയാൾ മുമ്പ് നടൻ മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. അതിജീവിതയ്ക്ക് തന്നെ നേരത്തെ അറിയാമായിരുന്നു. മറ്റേതൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഇദ്ദേഹം ഈ ഡ്രൈവറാണ്, പൾസർ സുനിയാണ് അതിജീവിതയെ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത്, അങ്ങനെ എന്തൊക്കെ അത്തരത്തിലാണല്ലോ. അപ്പൊ ഇവർക്ക് അറിയാം, പരസ്പരം അറിയാവുന്ന, ഇപ്പൊ കൊട്ടേഷൻ ഏറ്റെടുത്ത ആളിന് നടിയെ അല്ലെങ്കിൽ അതിജീവിതയെ അറിയാം എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിൽ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായിരിക്കുമെന്ന് ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നിയമവിദഗ്ധരൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം അത് അത്രയും ഓരോ കണ്ണികളായി ഇങ്ങനെ ചേർത്ത് വെച്ച് ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തതെന്നാണ് തെളിയിക്കേണ്ടത്. എന്തെങ്കിലും ഒരു സംശയം അതിൽ കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ദിലീപ് ആണെന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല. അതായത് പ്രോസിക്യൂഷന് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല ഈ കേസിൽ ദിലീപിന്റെ പങ്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോ പൊതുസമൂഹം ഇപ്പൊ ഈ വിധിയെ തന്നെ വിലയിരുത്തുന്ന പലതരത്തിൽ നമ്മുടെ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഉയരുന്ന മറ്റൊരു വാദം ഫിറോസ്ക, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇരയോടൊപ്പം നിന്ന് വേട്ടക്കാരനൊപ്പം സഞ്ചരിച്ച ആഭ്യന്തര വകുപ്പും പ്രോസിക്യൂഷനുമാണ് എന്നുള്ള വലിയ ചർച്ചകൾ പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നു. അതായത് സർക്കാർ ആഭ്യന്തര വകുപ്പ് അതിൽ നിഷ്ക്രിയത്വം പാലിച്ചു. അത് ഇത്തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ തന്നെ ഈ 120B ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോലീസ് എല്ലാ ലൂപ്പോളുകളും പ്ലാന്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ വാദങ്ങൾ പൂർത്തിയായതെന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പിന് ഇതിൽ ഒരു കെടുകാര്യസ്ഥത സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ആഭ്യന്തര വകുപ്പിനൊക്കെ അപ്പുറത്ത് PT തോമസ് എന്ന് പറയുന്ന ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. കറകളഞ്ഞ, നമ്മൾ ഈ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ പറയുന്ന PT തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ
ഈ കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം തന്നെ പുറം ലോകം അറിയില്ലായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ലാലിന്റെ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടി ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഓടിച്ചെല്ലുന്നത്. ലാലാണ് പിന്നെ പി ടി തോമസിനെ വിളിക്കുന്നത്. പി ടി തോമസ് ആണ് ഇതിൽ കൃത്യമായിട്ട് നേരിട്ട്, എനിക്ക് തോന്നുന്നു ADGP-യോ DGP-യോ ഒക്കെ നേരിട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ഇതിന്റെ അന്വേഷണം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനുശേഷമുള്ള ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ട പ്രതികൾ, കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ അറസ്റ്റിലാകുന്നത്. അപ്പോ ആഭ്യന്തര വകുപ്പിന് അതിൽ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ചയുണ്ടായി എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ദിലീപ് ഇപ്പൊ ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുമ്പോൾ ഈ ഏത് കേസുകളിലായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം, ഇപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ പൊളിറ്റിക്കലായ ഒരു ഡിസിഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലും പ്രോസിക്യൂഷൻ, ഇപ്പൊ സർക്കാർ പറയുകയാണ്, പ്രോസിക്യൂഷനോട് പറയാണ് കടുത്ത നിലപാടിലേക്ക് പോകണ്ട, ദിലീപിനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുക പോലുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കെവിന്റെ ഓർമ്മയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് 2 നടന്മാരാണ്, നമ്മളുടെയൊക്കെ പരിചയത്തിലുള്ള, വേറെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എങ്കിലും പ്രധാനപ്പെട്ട 2 നടന്മാർ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊന്ന് മമ്മൂട്ടിയും 2 ദിലീപുമാണ്. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പിണറായി വിജയനുമായി അത്രയധികം ബന്ധമുണ്ടായിരുന്ന ആളാണ്, ബന്ധമുള്ള ആളാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനോ സർക്കാരോ ദിലീപിന് അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിച്ചോ? അങ്ങനെയാണെങ്കിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടില്ല. ഏത് ഉന്നതനായാലും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നൊരു മെസ്സേജ് കൂടി സർക്കാർ ഈ കേസിലൂടെ നൽകിയിരുന്നു. മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതിനുശേഷമല്ല ഈ വുമണിൻ സിനിമ കളക്റ്റീവിന്റെ രൂപീകരണവും ഇവരൊക്കെ ഈ നടിമാരൊക്കെ, പാർവതിയും അവരടങ്ങുന്ന ആ സംഘം, അവർ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് അവരുടെ പരാതികൾ അവതരിപ്പിച്ചൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മുഖ്യമന്ത്രി കൊടുത്തൊരു ഉറപ്പെന്ന് പറഞ്ഞാൽ ഇതില് ഏത് ഉന്നതൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിലുണ്ടോ അറസ്റ്റ് ചെയ്യുമെന്നുള്ള നിലയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിന് ഏതെങ്കിലും തരത്തിൽ ഇതില് ആഭ്യന്തര വകുപ്പിന്റെ ഒരു താല്പര്യം ഇതിൽ അങ്ങനെ പ്രതിഫലിച്ച് കണ്ടു എന്ന് പറയാൻ കഴിയുന്നില്ല. അതിനപ്പുറത്ത് സർക്കാരിന്റെ ഒരു ഇമേജ് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട്, അതായത് ഏത് നിലയ്ക്ക് ഏതവനായാലും അകത്താക്കും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആ നിലയ്ക്ക് പ്രോസിക്യൂഷന്, അന്വേഷണ സംഘത്തിന് സംശയമുണ്ടെങ്കിൽ ഞങ്ങളെ പിടിച്ചകത്തിടും എന്നുള്ള നിലയിലാണല്ലോ. അപ്പൊ അങ്ങനെയാണല്ലോ ദിലീപ് 86 ദിവസമാണ് ജയിലിൽ കിടന്നത്. ഓർത്തു നോക്കും, ആ സമയത്ത് 90 ദിവസത്തിനുള്ളിൽ ഈ അന്വേഷണ സംഘത്തിന് കുറ്റപത്രം കൊടുക്കാൻ കഴിഞ്ഞാൽ, വിചാരണ കഴിഞ്ഞിട്ട് മാത്രമേ ഇതിന്റെ ഈ എത്രയോ കാലം ചിലപ്പോൾ ദിലീപ് ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നേനെ. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറ്റമറ്റ ഒരു കുറ്റപത്രം ഉണ്ടാക്കിയെടുക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. കാരണം ഇതിന് വെറുതെ അങ്ങ് കൊണ്ട് കുറ്റപത്രം കൊടുത്തിട്ട് അവസാനം ഇതില് ദിലീപ് നിരപരാധിയാണ്, ഇത്ര വർഷം ജയിലിലും കിടന്നു എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ദിലീപ് നാളെ മാനനഷ്ട കേസിനൊക്കെ പോയി എന്നിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം കൂടി അവര് പരിഗണിച്ചിട്ടുണ്ടാകാം. ഏതായാലും 86 ദിവസം ദിലീപ് ജയിലിൽ കിടന്ന കേസാണ്. രാഷ്ട്രീയ കേരളത്തിൽ വളരെ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ കേസാണ്. നേരത്തെ പറഞ്ഞതുപോലെ സിനിമയുടെ സെന്റർ ആയിരുന്ന, സിനിമയെ മുഴുവൻ, മലയാള സിനിമയെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ഒരു മനുഷ്യൻ താരസംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, ഫെഫ്കയിൽ നിന്ന്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നൊക്കെ, എല്ലാ സംഘടനകളിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അയാൾ തന്നെ നിയന്ത്രിച്ചിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് അയാൾ പുറത്താക്കപ്പെടുന്നു. അയാള് വല്ലാതെ ഒറ്റപ്പെടുന്നു, അയാളുടെ സിനിമകൾ പരാജയപ്പെടുന്നു. അയാള് ഇങ്ങനെ, എന്തൊരു ക്രൈമാണ് നമ്മുടെ അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ക്രൈം എന്തൊരു ക്രൈമാണ്. അപ്പൊ അങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കേസിനാണ് ഇനി എനിക്ക് തോന്നുന്നത് ഇത് അപ്പീൽ പോകും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഗൂഢാലോചന ഇനി അങ്ങോട്ട് സെഷൻസ് കോടതിയിൽ തെളിയാത്ത ഗൂഢാലോചന ഹൈക്കോടതിയിൽ തെളിയും, അല്ലെങ്കിൽ മേൽക്കോടതികളിൽ തെളിയുമെന്നൊന്നും നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാവുന്ന ഒരു സാഹചര്യമില്ല. ദിലീപ് കുറ്റവിമുക്തനായി. അതുകൊണ്ടാണ് ദിലീപിന്റെ അണികളെന്ന് പറയുമ്പോൾ ദിലീപിന്റെ ഫാൻസോ ഒക്കെ ഇത് വലിയ ഒരു ആഘോഷമാക്കി മാറ്റുന്നത്. അപ്പൊ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇതിൽ കൃത്യമായിട്ടും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുമ്പോൾ തന്നെ ഇതില് ദിലീപിന് ഇതിനകത്ത് യാതൊരു റോളും ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇപ്പോൾ കോടതി കണ്ടെത്തിയ പോലെ ദിലീപ് കുറ്റവിമുക്തനായിട്ടാണ് ദിലീപ് ഇത്രയും വലിയൊരു കേസിൽ വേട്ടയാടപ്പെടുകയും ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിൽ അതെത്ര വലിയ സങ്കടമാണ്. ഒരു മനുഷ്യായുസിൽ എത്ര വർഷമാണ് ആ മനുഷ്യന് നഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു 14 സിനിമകൾ കണ്ട് റിലീസ് ദിലീപുമായി ബന്ധപ്പെട്ട 14 പ്രോജക്റ്റുകൾ ഇപ്പോൾ ഓണാണ്. അത് ഈ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഡിസംബർ 8 വിധി വന്ന ശേഷം ആയിരിക്കും ചിലപ്പോൾ ഇനിയിപ്പോ അതിന്റെയൊക്കെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പോ ദിലീപിനെ സംബന്ധിച്ച് ഉറപ്പായി നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം, ഇത് വലിയ ആശ്വാസമാണ്. അത് ഇനി അങ്ങോട്ട് ഇപ്പൊ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചെടുക്കുകയാണെന്ന്. അമ്മയും സ്വാഭാവികമായിട്ടും
തിരിച്ചെടുക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ മടങ്ങി വരുന്ന ദിലീപിനെ കൂടി നമ്മൾ കാണുന്നു. പഴയ പോലെ ഇനിയിപ്പോ ദിലീപിന്റെ സിനിമകൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു കൾച്ചർ അങ്ങ് മാറിയല്ലോ. സിനിമയുടെ ദിലീപിന്റെ കാലത്തെ ആ ഒരു കൾച്ചർ മാറിയല്ലോ. ഇനിയിപ്പോ പുതുമകളുമായി പുതിയ പ്ലോട്ടുകളുമായിട്ടൊക്കെ ആ നിലയ്ക്ക് പുതിയ സിനിമാ സംസ്കാരം, ഉണ്ടായി വന്ന സിനിമാ സംസ്കാരവുമായി ഒത്തുപോകേണ്ടി വരും ദിലീപിന് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതായത് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തി എന്ന് പറയുന്ന ദിലീപിന്റെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ കുതിച്ചുചാട്ടം എങ്ങോട്ടാണെന്ന് കാണേണ്ടതുണ്ട്. അതോടൊപ്പം വിധിയുമായി ബന്ധപ്പെട്ട് ഉപരിക്കോടതികളിലേക്ക് അതിജീവിത പോയി ഇനിയും നീതി പുലരുമോ എന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ഫിറോസ് അലി മുഹമ്മദ്. ഓക്കെ.